ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു മിനി വ്ളോഗല്ല, ചെറിയ വ്ളോഗാണ്. നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇട്ടേക്കുന്ന ഉടുപ്പെന്ന് വെച്ചാൽ നമ്മുടെ രാജേച്ചി തയ്ച്ചേക്കുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ രാജേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവക്കക്കാരിയാണ് കേട്ടോ. അപ്പോൾ രാജേച്ചി നല്ല അടിപൊളി ഒരു തയ്യലുകാരിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഉടുപ്പ് കൊണ്ടു തന്നതും ചേച്ചിയാണ്. അപ്പോൾ അവിടെ കുറച്ച് തുണി ബാലൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ച്ച് കൊണ്ട് തരും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അതിനതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ ഉടുപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഉടുപ്പ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളറൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളിതേ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി പിള്ളേർക്ക് ടിഫിൻ ബോക്സ് അല്ല ലഞ്ച് ബോക്സ് മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പോകാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങണ കാരണം ഞാൻ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ മൂത്ത ആളെ ഏൽപ്പിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് റെഡി ആവാൻ കേട്ടോ. അപ്പോൾ മൂത്താൾക്ക് പനിയാണ്, അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ദൂരെ മാറ്റിയാണ് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ അവിടെ കിടക്കണമെന്ന് വെച്ചാൽ ഉറങ്ങണമല്ല, ആൾക്ക് പനി ആയതുകൊണ്ട് കിടക്കണേ കേട്ടോ. അപ്പോൾ ആൾ നോക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ വേഗം എന്തേ ബൈക്കിൽ കയറിയിട്ട് അവിടെ അടുത്ത് കടയിൽ പോകാൻ കേട്ടോ. അപ്പോൾ അടിവാടാണ് ഞങ്ങളുടെ അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരുവിധമുള്ള എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന പാത്രമൊക്കെ നോക്കി, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. നമ്മൾ ആ ഒരു സംഭവം ഓൺലൈനിൽ അടിച്ചു നോക്കിയപ്പോൾ അത്രയും പൈസ ഇല്ല കേട്ടോ. അതിലും പൈസ കുറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുകയൊക്കെ ചെയ്യും. എൻ്റെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോകും, അവിടെ ചെന്നിട്ട് ഓൺലൈനിൽ തപ്പും. അപ്പോൾ നമുക്ക് തോന്നും ഇതിലും നല്ലത് ഓൺലൈനിലാണെന്ന് തോന്നും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഇതാണ് മിക്കപ്പോഴും ഞങ്ങൾ സംഭവിക്കാറ്. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് വാങ്ങിയില്ല. നേരെ നമ്മൾ കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോള് ദേ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ കുറച്ച് കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ മുഹമ്മദ് പിണങ്ങി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അവസാനം ഞാൻ പറഞ്ഞു മോനെ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ വേഗം ചാടി എണീറ്റ് ഇതേ പാക്കറ്റ് എടുത്ത് എൻ്റെ പുറകെ വരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് വേഗം പോയിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ വെക്കാം. പാലങ്ങനെ സ്ഥിരം മേടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് ആവശ്യം എന്ന് തോന്നുമ്പോൾ നമ്മളൊന്നല്ലെങ്കിൽ പാക്കറ്റ് മേടിക്കും, അല്ലെങ്കിൽ മിൽമേ പോയിട്ട് പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കും കേട്ടോ. അങ്ങനെ അതേ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി എൻ്റെ കൂടെ വരാൻ കേട്ടോ. അപ്പോൾ അവിടെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ആൾ ഡാൻസൊക്കെ കളിക്കണേ. അപ്പോൾ നമ്മളത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. അങ്ങനെ ദേ ഞാൻ വേഗം വന്ന് കുറച്ച് വെള്ളം കട്ടൻ ചായക്ക് വെച്ചു, തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുപ്പം വളരെ കുറച്ചിട്ടാണ് ഞാൻ എടുക്കുള്ളൂ, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, കയ്പ്പ് ചായക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അതേ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ മുഹമ്മദ് ഇവിടെ ഇരുന്ന് നമ്മുടെ കപ്പലണ്ടി പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിവാടി ചെന്നപ്പോൾ ബേക്കറിയിൽ ലൈവായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മേടിച്ചു കേട്ടോ. അപ്പോൾ അതേ മുഹമ്മദ് പ്ലേറ്റിലേക്ക് മാറ്റാണ്, ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മൂത്താൾക്ക് പനിയാണ്, രണ്ടാമത്തെ ആളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാം നമുക്ക്. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്ക് പറയുന്നുണ്ട്, നല്ലതാണ്, സൂപ്പറാണ് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ ദേ കപ്പലണ്ടി അതിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ എന്നോട് പറയാം താങ്ക് യു എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ആളിതേ സ്ലൗമെന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. പിക്കക്കന്മാരൊക്കെ ഹാളിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം കൊണ്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഈ തവണ ഗിഫ്റ്റായിട്ട് തന്ന ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഫുള്ള് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇത് തെളിയുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചായ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായ ഞാൻ സാധാരണ കുടിക്കാറില്ല, അതുകൊണ്ട് പകുതി സമയത്ത് തെളിയാറുമില്ല കേട്ടോ. എനിക്ക് നാക്കൊക്കെ പൊള്ളു, എനിക്ക് ശീലമില്ല, അതുകൊണ്ട് നാക്കൊക്കെ പൊള്ളു കേട്ടോ. അപ്പം ഞാൻ ലൈറ്റ് ചൂടിനെ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്കപ്പോഴും തെളിഞ്ഞ് കാണാറില്ല. ബ്ലാക്ക് കളറാണ് കേട്ടോ അല്ലാത്ത സമയത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ കളർ എന്ന് പറയണത്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയി എടുത്ത ഫോട്ടോയായിരുന്നു ഇത്. അന്നേരം നമുക്ക് കുഞ്ഞോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞോൾ അതിൽ ഉൾപ്പെടാത്ത. കുഞ്ഞോൾ നമ്മളിത് സൈഡിലായിട്ട് സെപ്പറേറ്റ് എന്താ പറയുക ബർത്ത് സമയത്ത് എടുത്ത ഫോട്ടോയാണ് വെച്ചേക്കണേ കേട്ടോ. ബാക്കി ഞങ്ങൾ സ്റ്റുഡിയോ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഹാളിലേക്ക് വന്നു. അപ്പോൾ ഇതേ സാലിം പനി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രത്യേക കോലത്തിലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കളിയാക്കിയപ്പോൾ ആൾ ദേഷ്യപ്പെടാണ് കേട്ടോ എന്നോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾക്ക് ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളിതേ ചായയൊക്കെ കുടിക്കാനായിട്ടാ, നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തതും കട്ടൻ ചായയും, പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടിയാണല്ലോ.
അപ്പോൾ പറയാൻ വേണ്ട നല്ല അടിപൊളിയാണ് വൈകുന്നേര സമയത്ത് നമുക്ക് കപ്പലണ്ടിയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതേ രാജേജി കുറച്ച് ചക്കപ്പുഴുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ ചക്ക പ്ലാവിലുണ്ടായ ചക്ക പറിച്ചിട്ട് പുഴുക്കുണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേശ്ശെ ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക ചക്കപ്പുഴുക്കും കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കണതാണ് കേട്ടോ, പാത്രം മേടിക്കാൻ പോയിട്ട് എന്തേ പട്ടി ചന്തക്കും ആയത് തിരിച്ചു വന്നേന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, നമുക്ക് ഓൺലൈനിൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയേക്കണയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണ് ഇതിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ആകാംക്ഷ അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ നല്ല ചൂട് ചായ ആയിരുന്നു കേട്ടോ. അതാണ് എൻ്റെ നാക്ക് പൊള്ളി പോയി സത്യം പറഞ്ഞാൽ. ഞാൻ അത്രയും ചൂടിലൊന്നും ചായ കുടിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കണയാണ് കേട്ടോ, അല്ലാതെ ഇത്രയും സ്പീഡിലൊന്നും ഞാൻ കഴിക്കത്തില്ല. ഞാൻ ഭയങ്കര സ്ലോ ഉള്ള ആളാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എന്താ പറയുക ചക്ക ഒലത്താണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പെരുമ്പാവൂരൊക്കെ ഇങ്ങോട്ടേക്ക്, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പുഴുക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുഴുക്കാണ് ഉണ്ടാക്കാറ്. എനിക്ക് പക്ഷേ പണ്ടത്തെ ഉലർത്താണ് ഇഷ്ടം, കാരണം ഞാൻ കുഞ്ഞിലേ മുതൽ ഉലർത്ത് തിന്നാണ് ശീലമുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പിള്ളേർ പഠിക്കാനായിട്ടിരുന്നു, എക്സാമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനൊക്കെ ആയിട്ടിരുന്നു. നമ്മുടെ കുഞ്ഞോളം അവിടെ കിടക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് എടുത്തുകൊണ്ട് കിടക്കും, ഇടയ്ക്ക് കിടത്തും. ഇതിനിടയ്ക്ക് വാപ്പ വന്നപ്പോൾ കുറച്ച് കൊഴുക്കട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റാണ് കണ്ടത്. അതും എല്ലാം ഓരോന്ന് വീതം വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാനല്ല കേട്ടോ കഴിക്കണേ, കുറേശ്ശെ നമുക്ക് ക്വാണ്ടിറ്റി എല്ലാവർക്കും കൂടെയും വീതം വെക്കുമ്പോൾ കുറേശ്ശെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ പിള്ളേർ പഠിക്കുക എന്ന് പറഞ്ഞാൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞോളെ ഇപ്പോൾ ദിവാങ്കോട്ടുമ്പോൾ കെടുത്തിയേക്കണേ എന്നാന്ന് വെച്ചാൽ കമ്മിഴ്ന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ദിവാങ്കോട്ടിൽ കെടുത്തിയേക്കണേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ രാത്രിയത്തിലേക്ക് കറി എന്തെങ്കിലും വേണം. അപ്പോൾ കറി ഉണ്ടാക്കുകയാണ്, വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ആദ്യമൊക്കെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് തീരും, ഉച്ചയ്ക്ക് തുടങ്ങിയാൽ വൈകുന്നേരം തീരും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്കതൊക്കെ എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കറി ഉണ്ടാക്കി അപ്പോൾ തന്നെ ചോറ് തിന്നുക, അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ. അപ്പോൾ പിള്ളേരും കൂടെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പണികളൊന്നും തീരത്തൊന്നുമില്ല. അങ്ങനെ ദേ ഞാൻ വെണ്ടക്കയുടെ അറ്റങ്ങൾ രണ്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ദേ ഞാൻ വീട്ടിൽ എടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് തക്കാളി മുകളിലേക്ക് ഇട്ട് പിടിക്കലായിരുന്നു കേട്ടോ. അവസാനം തക്കാളി പറഞ്ഞ് ചതഞ്ഞു പോയി. അവസാനം ഞാൻ അവനോടൊന്ന് ഓടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതേ കറി ഉണ്ടാക്കാണ്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയല്ല വെണ്ടയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ മാറാനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു കറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം, അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടെല്ലാം. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ സവാളയും കുറച്ച് പച്ചമുളകും വെളിച്ചെണ്ണ അല്ല നമ്മുടെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാണ്. ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ തേങ്ങ ചിരകി എടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടിയേക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ പറയുക അടുക്കളയിലൊക്കെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് കൂടിയിട്ടുണ്ട്. ചില സമയത്ത് തോന്നണ മാതിരിയാണ് കേട്ടോ, ചിലപ്പോൾ സഹായിക്കും, ചിലപ്പോൾ സഹായിക്കില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്ന് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തേയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവരുടെ തോന്നലനുസരിച്ചിട്ടൊക്കെയാണ്. നന്നായിട്ട് അരച്ച തേങ്ങയുടെ മിക്സ് നമ്മൾ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ കറി തിളപ്പിക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, അതിലേക്ക് വറവിടുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് താളിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അയാൻ തന്നെയാണ്, ഇത് ബാക്കിയുള്ള പരിപാടികളൊക്കെ അയാൻ തന്നെയാണ്. കടുക് പൊട്ടിക്കണു, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി. അപ്പോൾ നമ്മുടെ താളിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കേട്ടോ, ചൂടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഉടുപ്പ് ഊരി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഉപ്പിച്ച് കുഞ്ഞോളെ എടുത്തുകൊണ്ട് നടക്കണതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറുണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.